ദിവസം സിനിമ പ്രേമികളുടെ മനസ്സിൽ ചെറിയൊരു നോവായി മാറിയ സംഭവമാണ് സംഗീത സംവിധായകൻ മഹേഷ് നാരായൺ നടൻ ആസിഫ് അലിയെ അപമാനിച്ച സംഭവം. അവാർഡ് കൊടുത്ത ആസിഫ് അലിയെ മൈൻഡ് ചെയ്യാതെ അദ്ദേഹം കാണിച്ച അഹങ്കാരം കേരളക്കര കണ്ടതാണ്. എന്നാൽ ഈ വിഷയത്തിൽ ഇപ്പോൾ മുന്നോട്ട് നടൻ മമ്മൂട്ടി ഇറങ്ങിയെന്ന വാർത്തയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വരുന്നത്. ശ്രീ രമേശ് നാരായണന്റെ പെരുമാറ്റം വളരെ അനുചിതമായി എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്താണ് കാരണം വിചാരിച്ചാൽ, ഇത്തരം വേദികളിൽ നമ്മൾ പെരുമാറുമ്പോൾ അത് തൊട്ടടുത്തുള്ള ആളെയും അത് മുമ്പിലിരിക്കുന്ന സദസ്സിനെയും അത് വീഡിയോയിൽ ടി വിയിലൊക്കെ കാണുന്ന ലക്ഷക്കണക്കിന് ആളുകളെയും എങ്ങനെ ബാധിക്കും എന്നുള്ളത് ശ്രദ്ധിക്കേണ്ട ഉത്തരവാദിത്വം എല്ലാ പൊതുരംഗത്തുള്ള ആളുകൾക്കും പ്രത്യേകിച്ച് കലാകാരന്മാർക്കുണ്ട്. ഒരിക്കലും എൻ്റെ ജീവിതത്തിൽ ആരെയും ഞാൻ അപമാനിച്ചിട്ടില്ല. എന്റെ കുഞ്ഞിഷ്ണ, ഞാൻ നല്ലോണം കള്ളം പറയാൻ പഠിച്ചിരിക്കുന്നു. അതെങ്ങനെ സംഭവിച്ചു എന്ന് എനിക്ക് തന്നെ അറിയില്ല. ഞാൻ ഇന്ന് രാവിലെയാണ് അദ്ദേഹവുമായിട്ട് ഫോണിൽ സംസാരിച്ചത്. അദ്ദേഹം സംസാരിക്കുമ്പോൾ ശബ്ദം ഇടറുന്നുണ്ടായിരുന്നു. അതെനിക്ക് ഒരുപാട് വിഷമം ഉണ്ടായി. എന്നോട് ഒരിക്കലും അദ്ദേഹത്തിന്റെ ഒരു പ്രായം വെച്ചോ സീനിയോറിറ്റി വെച്ചോ അദ്ദേഹം എന്നോട് മാപ്പ് പറയുന്ന ഒരു അവസ്ഥ വരെ കൊണ്ട് എത്തിച്ചു. അദ്ദേഹം എന്നോട് അങ്ങനെയാണ് സംസാരിച്ചത്. അഹങ്കാരത്തിന്റെ ഗർവിന് ഒടുവിൽ സംഗീത സംവിധായകൻ മാപ്പപേക്ഷ നൽകി വിഷയം തീർക്കാൻ വേണ്ടി അപേക്ഷിച്ച കഥയും പുറത്തു വന്നു. കഴിഞ്ഞ ദിവസമാണ് ഏറെ വിവാദമായിരിക്കുന്ന ആസിഫ് അലിയുടെ അവാർഡ് ദാനവും അതോടനുബന്ധിച്ച് സംഗീത സംവിധായകനായിരിക്കുന്ന രമേശ് നാരായണൻ മുഖം തിരിച്ചതും ഗർവ് കാണിച്ചതും അതുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള വിവാദങ്ങളും കേരളമാകെയും വ്യത്യസ്തമായിരിക്കുന്ന രാജ്യങ്ങളിലുള്ള മലയാളികളും ഈ വിഷയങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് രൂക്ഷമായ രീതിയിൽ രമേശ് നാരായണനെ വിമർശിച്ച രീതികളൊക്കെ പുറത്തു വന്നത്. അപ്പോൾ അഹങ്കാരത്തിന്റെ ഗർവിന് മാപ്പല്ലാത്ത മറ്റൊരു പരിഹാരമില്ല എന്നൊരു തിരിച്ചറിവ് യഥാർത്ഥത്തിൽ ശങ്കരനാരായണന് ബോധ്യപ്പെടുകയായിരുന്നു. കൃത്യമായിരിക്കുന്ന ഒരു കലാകാരന്റെ നിലപാടായിരുന്നു ആസിഫ് അലിയുടെ മുഖത്ത് പ്രകടമായത്. യാതൊരു രീതിയിലും വിവേചനം കാണിക്കാതെ തന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യം വളരെ മനോഹരമായ രീതിയിൽ നിർവഹിക്കാൻ വേണ്ടി ആസിഫ് അലി മുന്നോട്ട് വന്നു. ആസിഫ് അലിയെ അഭിനന്ദിച്ചു, വളരെ പ്രശംസിച്ചു. അതോടൊപ്പം തന്നെ രമേശ് നാരായണൻ മേഖലയിൽ ഒറ്റപ്പെട്ടു പോവുകയും ചെയ്തു. MT വാസുദേവൻ നായരെ അഭിനന്ദിക്കുന്ന വലിയ രീതിയിലുള്ള ഒരു നിശാ പരിപാടിയാണ് സംഘടിപ്പിച്ചത്. കേരളത്തിലെ പൗരപ്രമുഖരായിരിക്കുന്ന പരമാവധി സിനിമാ മേഖലയിലുള്ളവർ മുഴുവൻ പങ്കെടുത്ത പരിപാടി. വ്യത്യസ്തമായിരിക്കുന്ന MT എഴുതപ്പെട്ട കഥകളെ ആസ്പദമാക്കിയിട്ട് ഒരു സിനിമ നിർമ്മിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിൻ്റെയും അതോടൊപ്പം തന്നെ MT ആദരിക്കുന്ന ചടങ്ങുമായിരുന്നു അവിടെ സംഘടിപ്പിച്ചത്. ഇതിനിടയിലാണ് സംഗീത സംവിധായകനെ അവാർഡ് കൊടുത്ത് മൊമെന്റോ കൊടുത്തുകൊണ്ട് അംഗീകരിക്കണം എന്നൊരു അഭിപ്രായം അദ്ദേഹത്തിന്റെ ഭാഗത്ത് തന്നെ പുറത്തു വന്നു എന്നുള്ളതാണ് പറയുന്നത്. വ്യത്യസ്തമായിരിക്കുന്ന കലാകാരന്മാരെ അഭിനന്ദിച്ച ആ പരിപാടിയിൽ യഥാർത്ഥത്തിൽ ശങ്കരനാരായണന്റെ പേരില്ല, രമേശ് നാരായണന്റെ പേരില്ലായിരുന്നു. പിന്നീട് അദ്ദേഹം തന്നെ പറഞ്ഞുകൊണ്ട് പേര് എഴുതി ചേർക്കുകയും ആ സമയത്തുണ്ടായിരുന്ന ഈ കാര്യമൊന്നും അറിയാത്ത ആസിഫ് അലിയെ ഈ അവാർഡ് നൽകാൻ വേണ്ടി ക്ഷണിക്കുകയാണ് ചെയ്തത്. ആസിഫ് അലിയെ സംബന്ധിച്ചിടത്തോളം അയാൾ ഈ കാര്യത്തിൽ യഥാർത്ഥ നിരപരാധിയാണ്. അറിയാത്ത രീതിയിൽ പെട്ടെന്ന് സുപ്രഭാതത്തിൽ രമേശ് നാരായണന് അവാർഡ് നൽകാൻ വേണ്ടി ആസിഫ് അലിയെ ക്ഷണിക്കുന്നു എന്ന് പറഞ്ഞതോടുകൂടിയാണ് ആസിഫ് അലി എഴുന്നേറ്റുകൊണ്ട് വളരെ മനോഹരമായ രീതിയിൽ ആ കർമ്മം നിർവഹിക്കാൻ വേണ്ടിയിട്ട് മുന്നോട്ട് വന്നത്. അവിടെയാണ് രമേശ് നാരായണൻ തന്റെ അഹങ്കാരത്തിന്റെ ഗർവ് പ്രകടമാക്കിയത്. മുഖം തന്നിട്ടില്ല എന്ന് മാത്രമല്ല, വേണ്ട രീതിയിൽ മാന്യമായ രീതിയിൽ പരിഗണന പോലും നൽകാതെ മാറി നിന്നു. ലോകം മുഴുവനും കണ്ടിരിക്കുന്ന ക്യാമറയിലൂടെ ഈ കാര്യങ്ങൾ കൃത്യമായ രീതിയിൽ ഗ്രഹിക്കുകയും ഓരോരോ വ്യക്തികളും വ്യത്യസ്തമായിരിക്കുന്ന അഭിപ്രായങ്ങൾ മീഡിയകളിലും സോഷ്യൽ മീഡിയയിലും പത്രങ്ങളിലും ഏതെല്ലാം മേഖലയിലൊക്കെ വിമർശിക്കാൻ പറ്റുമോ ആ രീതിയിൽ തന്നെ വളരെ മോശമായിരിക്കുന്ന വാക്കുകളൊക്കെ ഉപയോഗിച്ചുകൊണ്ടാണ് യഥാർത്ഥത്തിൽ ഈ സംഗീത സംവിധായകൻ രമേശ് നാരായണൻ വിമർശിച്ചത്. അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഒരു പക്ഷേ ആദ്യമായിട്ടാണ് ഇത്രയേറെ ഒരു വിമർശനം ഏറ്റുവാങ്ങേണ്ട ഒരു സ്ഥിതിവിശേഷം വന്നത്. അതിനോടനുബന്ധിച്ച് ഈ ആസിഫ് അലി പറഞ്ഞ കാര്യം എന്നെ വിളിക്കുകയും സംസാരിക്കുകയും മാപ്പപേക്ഷ പറയുകയും ചെയ്തു എന്നുള്ള തരത്തിൽ അദ്ദേഹം പറഞ്ഞതോടുകൂടി ആ രീതി അതിന്റെ ഗൗരവങ്ങൾ യഥാർത്ഥത്തിൽ അദ്ദേഹത്തിന് രമേശ് നാരായണന് ബോധ്യപ്പെട്ടു എന്നുള്ളതാണ്. വ്യത്യസ്തമായിരിക്കുന്ന ചാനലുകൾക്ക് രമേശ് നാരായണൻ നൽകിയ അഭിമുഖത്തിലും കൃത്യമായ രീതിയിലുള്ള മറുപടി പറയാനോ അല്ലെ വാക്കുകൾ കിട്ടാനോ അദ്ദേഹത്തിന് വല്ലാത്ത രീതിയിൽ പ്രയാസപ്പെടുന്നത് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. തനിക്ക് വന്നിരിക്കുന്ന വലിയ രീതിയിലുള്ള മണ്ടത്തരം
അത് ലോകം മുഴുവനും കാണുന്നു. സംഗീത സംവിധായകൻ അത്ര വലിയ ഗർവ് കാണിക്കേണ്ട കേസൊന്നുമില്ല ഈ വിഷയത്തിൽ. കാരണം വളർന്നു വരുന്ന തലമുറയെ അംഗീകരിക്കാതെ അഭിനന്ദിക്കാതെ മുന്നോട്ട് പോകാൻ വേണ്ടി പഴയ തലമുറക്ക് സാധിക്കുകയില്ല. ഏറ്റവും വലിയ നടനായി കാണുന്ന മമ്മൂട്ടി പോലും MT വാസുദേവൻ നായരെ അഭിനന്ദിക്കുന്നതും ചേർത്ത് പിടിക്കുന്നതുമായിരിക്കുന്ന ഒരു ഭാഗം വെച്ചുകൊണ്ടാണ് യഥാർത്ഥത്തിൽ ആസിഫ് അലിയെ ധിക്കരിക്കുന്ന രീതിയിലുള്ള രമേശ് നാരായണന്റെ മറ്റൊരു വീഡിയോ ഒരേ സമയത്ത് തന്നെ പ്രചരിച്ചു കൊണ്ടിരിക്കുന്നത്. ഈ കാര്യം ഇതൊക്കെ ഉൾക്കൊള്ളിക്കുന്ന കാര്യം എന്ന് പറയുന്നത് ഇതിലൂടെയൊക്കെ വരുന്ന സന്ദേശം എന്ന് പറയുന്നത് തെറ്റായിരിക്കുന്ന ഒരു സന്ദേശം സമൂഹത്തിന് വേണ്ടി പഠിപ്പിച്ചു കൊടുക്കുകയാണ് ഈ മഹാസംഗീത സംവിധായകൻ എന്ന് അയാൾ തന്നെ പറയുന്ന രമേശ് നാരായണൻ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവൃത്തി എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ. ആസിഫ് അലിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം പറഞ്ഞു ഇതൊരു ജാതീയപരമായിരിക്കുന്ന ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നു, അതുകൊണ്ട് അങ്ങനെ തന്നെ അത് തുടരാൻ തനിക്ക് താല്പര്യമില്ല എന്നുകൂടി അദ്ദേഹം പറയുമ്പോൾ യഥാർത്ഥത്തിൽ ഒന്നും കൂടി തിളക്കം കൂടുകയാണ് യഥാർത്ഥത്തിൽ ആസിഫ് അലിക്ക് ഉണ്ടായിരിക്കുന്നത് എന്നുള്ളത് കൃത്യമാണ്. കേരളം വളരെ സൂക്ഷ്മതയോടുകൂടിയാണ് ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നത്. കലാരംഗത്തും രാഷ്ട്രീയ രംഗത്തും സാമൂഹ്യ രംഗത്തും മതരംഗത്തും ഒക്കെ ഓരോരോ വ്യക്തികൾ ഇടപെടുന്നതും അവരുടെ സമീപനങ്ങളും നിലപാടുകളും അവർ സമൂഹത്തോട് ചെയ്യുന്ന സന്ദേശങ്ങളും നല്ലതായിരിക്കുന്ന കാര്യങ്ങളും അതെങ്ങനെ സമൂഹം ഉൾക്കൊള്ളുന്നു എന്ന കാര്യങ്ങളൊക്കെ വളരെ കൃത്യമായ രീതിയിൽ പരിശോധിക്കുന്നു എന്നതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് യഥാർത്ഥത്തിൽ നമ്മൾ ആസിഫ് അലിയുമായിട്ട് ബന്ധപ്പെട്ട വിവാദമായിട്ട് കാണാൻ വേണ്ടി സാധിക്കുന്നത്. നിസ്സാരമായ രീതിയിലല്ല, ഓരോരോ കാര്യങ്ങളും വളരെ കൃത്യം വളരെ വ്യക്തമായ രീതിയിലാണ്. തെറ്റ് എന്നുള്ളതും ശരി എന്നുള്ളതും തെറ്റിനെ ശരിയാക്കാൻ വേണ്ടി സാധിക്കുകയില്ല എന്നുള്ളിടത്ത് തന്നെയാണ് കൃത്യത പ്രകടമാകുന്നത്. ഒരു മൊബൈൽ ഓൺ ചെയ്ത് പോലും നോക്കാൻ പറ്റാത്ത രീതിയിൽ പരിതാപകരമായിരിക്കുന്ന ഒരു അവസ്ഥയിലേക്കാണ് സംഗീത സംവിധായകൻ രമേശ് നാരായണൻ എത്തിപ്പെട്ടിരിക്കുന്നത്. ഇതിനടുത്ത് ഈ അടുത്ത കാലത്ത് ഒരു പതിറ്റാണ്ടിനിടയിലൊന്നും ഇങ്ങനെ അറിയപ്പെട്ട ഒരു വ്യക്തി തരം താന്നിരിക്കുന്ന നാണം കെട്ട ഒരു പരിസ്ഥിതി ഉണ്ടായിട്ടില്ല എന്നുള്ളത് കൃത്യമാണ്. അതോടൊപ്പം തന്നെ ഒരു ഹീറോയിസത്തിന്റെ പരിവേഷത്തിലേക്കാണ് ആസിഫ് അലി മാറിയിരിക്കുന്നത് എന്നൊരു പ്രത്യേകതയുണ്ട്. വളരെ കൃത്യമായ രീതിയിൽ നിഷ്കളങ്കമായ രീതിയിലാണ് ആസിഫ് അലി ഇതിനെ അഭിസംബോധന ചെയ്തത്. ഇതിനെ മറ്റുള്ളവരുമായിട്ട് മുഖം നൽകുന്നതിലൊക്കെ അദ്ദേഹം പ്രകടിപ്പിക്കുന്ന ചെറിയ പുഞ്ചിരി പോലും അമ്മ എന്ന് പറയുന്ന അവരുടെ താരസംഘടന പോലും അഭിനന്ദിക്കുക മാത്രമല്ല അവർ പോലും 100% ആസിഫ് അലിക്ക് പിന്തുണ നൽകിയെന്നൊരു പ്രത്യേകതയുണ്ട്. പല ഘട്ടത്തിലും ഇത്തരം വിഷയങ്ങളൊക്കെ ഉണ്ടാകുന്ന സമയത്ത് വ്യക്തിപരമായിരിക്കുന്ന വിഷയമായിട്ട് മാറി നിൽക്കുകയാണ് അല്ലെങ്കിൽ മാറ്റുകയാണ് സാധാരണ ചെയ്യാറ്. അത് വ്യക്തിപരമായ രീതിയിലുള്ള വിഷയമാണ്, സംഘടന ഇടപെടേണ്ട കാര്യമില്ല, സംഘടന ഇതിന് അഭിപ്രായം പറയേണ്ട കാര്യമില്ല എന്ന തരത്തിലാണ് യഥാർത്ഥത്തിൽ ഈ അമ്മയുടെ നിലപാട് പല ഘട്ടങ്ങളിലും ഉണ്ടാവാറുള്ളത്. ഇത്തരം കാര്യത്തിലൊക്കെ വളരെ കൃത്യമായിരിക്കുന്ന നിലപാട് പറഞ്ഞതോടുകൂടി യഥാർത്ഥത്തിൽ സമൂഹത്തിന് മുമ്പിൽ രമേശ് നാരായണനെ ഒറ്റപ്പെട്ടു പോയി എന്ന് മാത്രമല്ല ഇത് മറ്റുള്ളവർക്ക് വളരെ കൃത്യമായ രീതിയിലുള്ള പാഠമാണ് എന്ന് കൂടി നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. അപ്പോൾ ഏതെങ്കിലും ഒരു വ്യക്തികൾ ഞാൻ വലിയവനാണ് എന്ന് തോന്നേണ്ട കാര്യമില്ല. വളർന്നു വരുന്ന വിഭാഗത്തെയും സമൂഹത്തെയും കലാകാരന്മാരെയും അതിൻ്റെതായിരിക്കുന്ന മാനത്തിലും അതിൻ്റെതായിരിക്കുന്ന രീതിയിലും നമ്മൾ തീർച്ചയായിട്ടും അംഗീകരിക്കേണ്ടതുണ്ട്, അവരെയും കൂടി ചേർത്ത് പിടിക്കേണ്ടതുണ്ട്. അങ്ങനെ ആകുന്ന സമയത്ത് മാത്രമേ യഥാർത്ഥത്തിൽ സംഗീതം പൂർത്തിയാകൂ എന്നുള്ള ഒരു വിവരം യഥാർത്ഥത്തിൽ രമേശ് നാരായണന് ഈ ആസിഫ് അലി പഠിപ്പിച്ചു കൊടുത്തു എന്നുള്ളതാണ് ഈ ഒരു നിശയുമായിട്ട് ബന്ധപ്പെട്ട് അതിൻ്റെ പൂർണ്ണമായിരിക്കുന്ന ഒരു സംഗ്രഹം നമ്മൾക്ക് ഗ്രഹിക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്.